ഒരു ഭക്തന് വിരോധമായി കൂട്ടം കൂടിയ ഒരു വലിയ സമൂഹത്തിന് നടുവിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് 3-ാം സങ്കീർത്തനത്തിൽ പാടുന്നു, യഹോവ എൻ്റെ വൈരികൾ അത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് എൻ്റെ ശത്രുക്കൾ പറയുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരെങ്കിലുമൊക്കെ തള്ളിപ്പറഞ്ഞാൽ, മറുത്തു പറഞ്ഞാൽ സഹിക്കുക പ്രയാസമാണ്. 1-2 പേർ മറുവശത്ത് നിന്നുകൊണ്ട് പ്രതിരോധം തീർത്താൽ രക്ഷപ്പെടുക അസാധ്യമാണ്. അതിനോട് എതിർത്ത് നിൽക്കുക അസാധ്യമാണ്. എന്നാൽ ഒരു വലിയ സമൂഹം ഭക്തനായ ദാവീദിന് നേരെ എഴുന്നേറ്റു. ദാവീദ് പറയുക, വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തതുപോലെ പ്രാണന് വേണ്ടി ശത്രുക്കൾ പതിയിരിക്കുമ്പോൾ, ഹിംസതയോടെ അലറുന്ന സിംഹം പോലെ, ആഞ്ഞടുത്തു വരുന്ന കടുവ, പുലി എന്നിവയെപ്പോലെ, ഇല്ലായ്മ വരുത്തുവാൻ ആഞ്ഞടുത്തു വരുന്ന കരടിയെപ്പോലെ, മാത്രമല്ല അതിശക്തമായി കുത്തിനോവിക്കുന്ന തേനീച്ച പോലെ ഒരു പടക്കൂട്ടം തൻ്റെ നേരെ കടന്നു വരികയാണ്. ദാവീദ് പറഞ്ഞു, എതിർക്കുന്നവർ അനേകരാകുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത്, ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഇവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സകല വിഷയങ്ങൾക്ക് നടുവിൽ ഒരുപക്ഷെ മാനസികമായി തകർക്കുന്ന സത്യം നിങ്ങളുടെ പക്ഷത്തുണ്ടായിട്ടും ആ സത്യത്തെ വളച്ചൊടിച്ച് അന്യായമാക്കി മാറ്റി നിങ്ങൾക്ക് നേരെ വിരോധമായി ഉയർന്നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് നടുവിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്. ദൈവത്തെ വിളിച്ചിട്ടും എന്തുകൊണ്ട് എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം വരുന്നില്ല, ഞാൻ മടുത്തു, ഇനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ വ്യാകുലപ്പെടുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഇത്ര നാളും സത്യസന്ധതയോടെ ജീവിച്ചിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്നു എന്നുള്ള ചിന്താഗതി നിങ്ങളെ ഭാരപ്പെടുത്തുന്നെങ്കിൽ, 3-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കി ദാവീദ് പറയുക, യഹോവേ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, അവരെല്ലാം പറയുന്നു എനിക്ക് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന്. പക്ഷെ ദാവീദിൻ്റെ ദൃഢപ്രതിജ്ഞമായിരിക്കുന്ന ചിന്താഗതികൾ ദാവീദ് ഹൃദയത്തിൽ ഉറച്ചിരിക്കുന്നത് സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്ന സന്ദർഭങ്ങൾ, ജീവിതത്തിൽ തളർന്നുപോയ ചില മേഖലകൾ, ഇത്രയും ന്യായം എൻ്റെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അന്യായം ഞാൻ ചെയ്തിട്ടില്ല, മുമ്പും പിൻപും നോക്കുന്നാൽ അവിടെയെല്ലാം സത്യസന്ധമായി ഞാൻ എൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. എന്നെക്കുറിച്ച് പലരും പറയുന്നു ഞാൻ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പക്ഷേ എൻ്റെ ശത്രുക്കൾ പറയുന്നത് അങ്ങനെയല്ല, അവരെല്ലാം എനിക്ക് വിരോധമായി പതിയിരിക്കുക. അപ്രകാരമാണോ നിങ്ങൾ ജീവിക്കുന്നത്? എന്നാൽ സങ്കീർത്തകനായ ദാവീദ് പറയുക, എൻ്റെ തലമുടിയേക്കാൾ എണ്ണത്തിൽ പെരുകിയിരിക്കുന്ന എൻ്റെ ശത്രുക്കൾ. അപ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ ഭാരപ്പെട്ടിരിക്കുന്ന തൻ്റെ ജീവിത മേഖലയിൽ സങ്കീർത്തകൻ ഒരേ ഒരു അഭയസ്ഥാനം ദൈവത്തിൽ മാത്രമാണ്. സ്വന്തം മകൻ പോലും തനിക്ക് നേരെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ ചാടി എഴുന്നേൽക്കുമ്പോൾ, കൂടെ നിന്ന് അഹിത്തോബേൽ കളം മാറ്റി ചവിട്ടിയപ്പോൾ, ശിമൈ ശപിച്ചപ്പോൾ, കൂടെ നിന്നവരെല്ലാം അകന്നു മാറിയപ്പോൾ, ആരും തനിക്ക് കൂടെ ഇല്ലാതിരിക്കുകയാണ്. സ്വന്തം ഭാര്യയാകുന്ന മീകൾ തന്നെ മറുത്തു പറഞ്ഞു, എന്തുകൊണ്ട്, എന്താ നീ ഒരു രാജാവായിട്ട് ഒരു ഹീനനെ പോലിങ്ങനെ, ഒരു നിസാരനെ പോലിങ്ങനെ ഈ പെട്ടകത്തിൻ്റെ മുമ്പിലൊക്കെ തൂളുന്നത്? പരിഹസിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന നിരവധി വാക്കുകൾ പറയുവാൻ ആളുകൾ കൂടിയിരിക്കുമ്പോൾ, ഒന്നല്ലെങ്കിൽ മറ്റൊരു ശ്രുതി, പാപം ചെയ്ത ബർശേബയെ പിടിച്ചുകൊണ്ട് വന്നവനല്ലേ, അത് അവളുടെ ഭർത്താവിനെ കൊന്നവനല്ലേ, ഒരുപാട് കാര്യങ്ങൾ തനിക്ക് നേരെ ആരോപിക്കുവാൻ ശത്രുക്കൾ ചുറ്റും നിൽക്കുമ്പോൾ, ശൗല് പോലും തന്നെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ,
എന്തിനേറെ പറയുന്നു, ഈ വചനത്തിൽ ദാവീദിനെതിരെ ഉയർന്നു വന്ന സകല മേഖലകളിലും തന്നെ കിട്ടാത്തത് കൊണ്ട് പുരോഹിതന്മാരെ തകർത്ത് കളഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദാവീദ് പറയുക, എല്ലാവരും അകന്നു മാറി നിൽക്കുക, എല്ലാവരും എന്നെ കടിച്ചു കീറുവാൻ കടന്നു വരുന്ന സിംഹത്തെ പോലെയാണ്, എല്ലാവരും എന്നെ തകർത്ത് കളയുവാൻ തേനീച്ച കൂട്ടം പോലെ അടുത്തു വരികയാണ്. എന്നാൽ ദാവീദിൻ്റെ ഹൃദയത്തിലെ ദൃഢപ്രതിജ്ഞയായിരിക്കുന്ന ചിന്തയിൽ ദാവീദ് പ്രഖ്യാപിക്കുക, നീയോ യഹോവേ എനിക്ക് ചുറ്റും, അവർക്ക് ചുറ്റുമല്ല എനിക്ക് ചുറ്റും. സ്തോത്രം. പരിചയം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഇപ്പോഴനുഭവിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഒരു വിടുതലില്ലാതെ, ഒരു തീർപ്പില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ അവർക്ക് മുമ്പിലല്ല, നിനക്ക് ചുറ്റും ദൈവത്തിൻ്റെ ഒരു മറവ് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എലീശയും ഗേഹസി നിൽക്കുന്ന ആ പർവ്വതത്തിങ്കൽ തന്നെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഇദ്ദേഹമാണ് സ്വപ്നത്തെ വ്യാഖ്യാനിച്ച്, അല്ലെങ്കിൽ സ്വപ്നം കണ്ടുകൊണ്ട് ആലോചന ഇസ്രായേലിനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് കണ്ടുകൊണ്ട് എലീശയെ പിടിച്ചു കൊണ്ടുപോകുവാൻ കടന്നു വന്ന ആരാമ്യ സൈന്യം പാളയം ഈ പർവ്വതത്തിന് ചുറ്റും വളഞ്ഞു നിൽക്കുമ്പോൾ ഭക്തനായിരിക്കുന്ന എലീശ പറഞ്ഞൊരു വാക്ക്, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. കൂടെ നിൽക്കുന്ന ശിഷ്യൻ്റെ കണ്ണ് തുറന്നപ്പോൾ ശിഷ്യൻ പറഞ്ഞത്, എലീശ പറഞ്ഞ അതേ വാചകം, അവരോട് കൂടെയുള്ളവരെക്കാൾ നമ്മോട് കൂടെയുള്ളവർ. അല്പം കൂടെ കടത്തി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, അഗ്നിരഥമായിരിക്കുന്ന തേരും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ചുറ്റും. പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പൗലോസ് പറഞ്ഞത്, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ. അപ്രകാരം നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിയോഗികളെക്കാൾ അപ്പുറമായി, നമ്മുടെ ചുറ്റും നിൽക്കുന്ന വൈരികളെക്കാൾ അപ്പുറമായി ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അതേ സങ്കീർത്തകൻ പറയുക, 100 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, സ്വത്രം, അവർ തേനീച്ച പോലെ എന്നെ വളഞ്ഞു. അതേ, അവർ തേനീച്ച പോലെ എന്നെ വളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. അവരുടെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുമാറ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് രാത്രിയിൽ തേനീച്ച പോലെ കടന്നു വരുന്ന സമസ്ത മേഖലകളിലെ പോരാട്ടത്തെ ജയിപ്പാൻ കുഞ്ഞേ, നിനക്കാവശ്യം ദൈവകൃപയൊന്നു മാത്രമാണ്. അവിടെ എലീശ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഇവർ അന്ധമാകട്ടെ. അന്ധത പിടിപ്പിക്കപ്പെട്ട് ആ കടന്നു വന്ന ജനം, കടന്നു വന്ന പട്ടാളക്കാർ മുഴുവനും, പടയാളികൾ മുഴുവനും അന്ധരായി അവിടെ തപ്പി നടന്നെങ്കിൽ, ഇന്ന് പകൽ രാത്രിയിൽ ഈ വചനം ഏത് നേരത്താണോ നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തളർന്നുപോയ ആ വിഷയത്തെ നോക്കി ഇന്ന് പകൽ കൽപ്പിക്ക്. നിങ്ങൾക്ക് നേരെ കടന്നു വന്നിരിക്കുന്ന പ്രതിയോഗിയെ നോക്കി കൽപ്പിക്ക്. ഭക്തനായിരിക്കുന്ന ഹല്ലേലൂയ ദാവീദ് പറഞ്ഞതുപോലെ, നീ എനിക്ക് ചുറ്റും പരിചയമാണ്. ഇന്ന് രാത്രി നമുക്ക് ആ പരിചയമായ, നമ്മുടെ മറവായ, നമ്മളെ സംരക്ഷിക്കുന്നതായ, നമ്മൾക്ക് വേണ്ടി പിളർക്കപ്പെട്ട ആ പാറയിൽ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട കുഞ്ഞാടിൽ അഭയം പ്രാപിക്കാം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വിടുവിപ്പാൻ ശക്തനായൊരു ദൈവം നമുക്ക് മധ്യത്തിലുണ്ട്. നമുക്ക് ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ്, നിങ്ങൾ അനുഭവിക്കുന്ന സകല വിഷയത്തിൽ നിന്നും വേഗത്തിൽ വിടുതൽ പകരുവാൻ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ, ഉച്ച സമയം ഏതുമായിക്കൊള്ളട്ടെ, പ്രവൃത്തിയിൽ ഭയങ്കരനായവൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശബ്ദം വെളിപ്പെടുകയാണ്. ശത്രുക്കൾ പറഞ്ഞു അവൻ രക്ഷപ്പെടുകയില്ലെന്ന്, ഇല്ല, ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന്. എന്നാൽ അവരെല്ലാം ഹല്ലേലൂയ രക്ഷപ്പെടാതെ അവരെല്ലാം നിസ്സഹായരായി നിൽക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ നിസ്സഹായനായി നിന്നവൻ, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു നിന്നവൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ശാശ്വതമായൊരു സങ്കേതം ഭക്തൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ദാവീദ് പാടുന്നത് എങ്ങനെയാണ്, യഹോവ എൻ്റെ സങ്കേതവും എൻ്റെ ബലവും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരം, ഞാൻ ആരെ ഭയപ്പെടും. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. കാരണം ഭക്തൻ ദൈവസന്നിധിയിൽ ഉറച്ചു. ഭക്തൻ ദൈവസന്നിധിയിൽ ഉറയ്ക്കാനുള്ള ടൈമേ ഉള്ളൂ. വിരോധമായി എഴുന്നേറ്റിരിക്കുന്ന വ്യക്തികളുടെ ആക്രമണങ്ങൾ അവർ നിസ്സഹായരായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൽ മറയാൻ തയ്യാറായാൽ,
ദൈവത്തിൽ പൂർണ്ണമായി സംരക്ഷണം ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായാൽ നീ സുരക്ഷിതനായിരിക്കും. നേരെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ നിസ്സഹായരായിത്തീരും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.